Arrange the following themes of sustainable development goals according to their goal number in increasing order. താഴെ തന്നിട്ടുള്ള ഗോൾസിനെ അതിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻസിനകത്തുള്ളത് ജെൻഡർ ഇക്വാലിറ്റി, സീറോ ഹങ്കർ, പീസ് ആൻഡ് ജസ്റ്റിസ്, ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. 5 ഗോൾസ് ആണ് തന്നിട്ടുള്ളത്. ജെൻഡർ ഇക്വാലിറ്റി, സീറോ ഹങ്കർ, പീസ് ആൻഡ് ജസ്റ്റിസ്, ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇതിന്റെ സീക്വൻഷ്യൽ ഓർഡറിൽ എങ്ങനെയാണ് എന്നുള്ള അറേഞ്ച്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ കീ നോക്കുക, എന്താണ് ആൻസർ എന്നുള്ള ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇതിന്റെ ഒരു അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SDG എന്നുള്ള ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. SDG എന്താണ് SDG എന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് SDG എന്നുള്ളത്. സോ SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് 17 ഗോളുകളാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. SDGയുടെ എണ്ണം എന്ന് പറയുന്നത് 17 ഗോൾസ് ആണ്. ട്രാൻസ്ഫോമിങ് അവർ വേൾഡ് ദ 2030 അജണ്ട എന്നുള്ളതാണ് ഈ ഒരു SDGയുടെ ടൈറ്റിൽ ആയിട്ട് പറയുന്നത്. ട്രാൻസ്ഫോമിങ് അവർ വേൾഡ് ദ 2030 അജണ്ട എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2015 മുതൽ 2030 വരെയുള്ള കാലയളവിൽ അച്ചീവ് ചെയ്യേണ്ട 17 ഗോൾസിന്റെ സെറ്റാണ് SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2030 എന്നുള്ളതാണ്. 2030 എന്നുള്ള 2030 എന്നുള്ളതാണ് ടാർഗറ്റ് ഇയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ടാർഗറ്റ് ഇയറിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട 17 ഗോൾസിന്റെ സെറ്റാണ് SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത്. നോക്കാം എന്തൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള SDG ഗോൾസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 17 ഗോൾസുകളാണ് SDGയിലകത്തുള്ളത്. ആദ്യത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് നോ പോവർട്ടി എന്നുള്ളതായിരുന്നു. നോ പോവർട്ടി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു SDG ഗോൾസ് എന്നുള്ളത്. സോ ഈ ഒരു കമ്പാരിസൺ മനസ്സിലാക്കുക, MDGയും SDGയും തമ്മിലുള്ളത്. MDG എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യത്തെ ഗോൾ എന്തായിരുന്നു? എക്സ്ട്രീം പോവർട്ടി ഹങ്കറും എറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു MDGയിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ SDGയിലേക്ക് എത്തുമ്പോൾ എന്തായി? നോ പോവർട്ടി, അതായത് പട്ടിണി എന്നുള്ള കാര്യം തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഗോള്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് സീറോ ഹങ്കർ. സീറോ ഹങ്കർ എന്നുള്ളതാണ് ദാരിദ്ര്യം അതുപോലെ തന്നെ പട്ടിണി ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. SDG 1 എന്ന് പറയുന്നത് പോവർട്ടി ഇല്ലാണ്ടാക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത് സീറോ ഹങ്കർ, വിശപ്പ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പട്ടിണി ഇല്ലാതാക്കുക എന്നുള്ളതാണ് സീറോ ഹങ്കർ എന്നുള്ളത്. ദെൻ തേർഡ് ഗോൾ എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഗുഡ് ഹെൽത്ത്, നല്ല ഹെൽത്ത് അല്ലെങ്കിൽ വെൽബീയിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ് തേർഡ് ഗോള്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. MDG ആകുമ്പോൾ അവിടെ എന്തായിരുന്നു? യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ SDGയിലേക്ക് വരുമ്പോൾ അത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദെൻ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ് ഫിഫ്ത്ത് ഗോള്. സിക്സ്ത് ഗോൾ എന്ന് പറയുന്നത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്നുള്ളതാണ്. എല്ലാവരിലേക്കും ക്ലീൻ വാട്ടർ എത്തിക്കുക അല്ലെങ്കിൽ സാനിറ്റേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സിക്സ്ത് SDG എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് എന്ന് പറയുന്നത് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്നുള്ളതാണ്. രണ്ട് ടൈപ്പാണ്. എന്തുകൊണ്ട്? അഫോർഡബിൾ ആയിട്ടുള്ള എനർജി അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള എനർജി, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലീൻ എനർജി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സെവൻത്ത് ഗോൾ എന്നുള്ളത്. ദെൻ എയ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. എയ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ് എയ്റ്റ് ഗോൾ ആയിട്ട് പറയുന്നത്. നയൻത്ത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നയൻത്ത് ഗോള് ഇൻഡസ്ട്രീനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഗോളാണ്. ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലെയുള്ള കാര്യങ്ങളാണ് നയൻത്ത് ഗോളിനകത്ത് പറയുന്നത്. ടെൻത്ത് ഗോൾ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇനീക്വാളിറ്റി എന്നുള്ളതാണ്. ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. പല രീതിയിലുള്ള ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന വേൾഡിൽ അങ്ങനെയുള്ള ഇനീക്വാളിറ്റീസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെൻത്ത് ഗോളായിട്ട് പറയുന്നത്. ദെൻ 11th ഗോൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസും കമ്മ്യൂണിറ്റീസും ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ദെൻ 12th ഗോൾ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. 12th ഗോൾ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ദെൻ 13th വരുമ്പോൾ അതെന്തായി? ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലൈമറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള പ്രതിഭാസത്തെ എങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ക്ലൈമറ്റ് ആക്ഷൻ പറയുന്നത്. അതാണ് 13th ഗോൾ എന്നുള്ളത്. ദെൻ 14th ഗോൾ എന്ന് പറയുന്നത് ലൈഫ് ബിലോ വാട്ടർ.
വാട്ടറിന് അടിയിലുള്ള ലൈഫ്, അതിപ്പോൾ ഓഷ്യൻ ആവട്ടെ, സീ അല്ലെങ്കിൽ റിവേഴ്സ്, ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനകത്തുള്ള ജീവികളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗോളാണ് 14th ഗോൾ എന്ന് പറയുന്ന ലൈഫ് ബിലോ വാട്ടർ എന്നുള്ളത്. ദെൻ 15th ഗോൾ എന്ന് പറയുന്നത് ലൈഫ് ഓൺ ലാൻഡ്, ഭൂമിയുടെ മുകളിൽ ലാൻഡിലുള്ള ലൈഫ്, അതിന്റെ മുകളിലുള്ള ലൈഫ് എന്തൊക്കെയാണ്, അതിന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് 15th ഗോൾ പറയുന്നത്. ദെൻ 16th ഗോൾ പറയുന്നത് പീസ് ആൻഡ് ജസ്റ്റിസ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പീസും ജസ്റ്റിസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പീസിനും ജസ്റ്റിസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, അതിനെ സ്ട്രോങ് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 16th ഗോൾ പറയുന്നത്. ദെൻ ലാസ്റ്റ് അല്ലെങ്കിൽ 17th ഗോൾ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്, ഇതുവരെയുള്ള ബാക്കി ഗോളുകൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഒരു വേൾഡ് ലെവലിൽ തന്നെയുള്ള പാർട്ട്ണർഷിപ്പ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പുകൾ ഡെവലപ്മെന്റ് ചെയ്യുക എന്നുള്ളത്, അങ്ങനെ ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് 17th ഗോളായിട്ട് പറയുന്നത്. അറിഞ്ഞിരിക്കുക, SDG എന്ന് പറയുന്നത് UN ഡെവലപ്പ് ചെയ്തിട്ടുള്ള 17 ഗോളുകളുടെ ഒരു സെറ്റാണ് SDG എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ഗോൾസ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. SDG ഗോൾസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറേഞ്ച് ദ ഫോളോയിങ് തീംസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അക്കോർഡിംഗ് ടു ദെയർ ഗോൾ നമ്പർ ഇൻ ഇൻക്രീസിംഗ് ഓർഡർ. ഗോൾ നമ്പർ ഇൻക്രീസിംഗ് ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിലുള്ളത് ജെൻഡർ ഇക്വാലിറ്റി, സീറോ ഹങ്കർ, പീസ് ആൻഡ് ജസ്റ്റിസ്, ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി SDG ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? SDG ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും ആൻസർ? യെസ്, ഫസ്റ്റ് വൺ ആണ് ആൻസർ എന്നുള്ളത്. ഇതിന്റെ സീക്വൻഷ്യൽ ഓർഡർ, അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഗോൾ എന്തായിരുന്നു? സീറോ ഹങ്കർ, ദെൻ എന്തായിരുന്നു? ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ദെൻ ജെൻഡർ ഇക്വാലിറ്റി, ദെൻ ക്ലൈമറ്റ് ആക്ഷൻ, ദെൻ പീസ് ആൻഡ് ജസ്റ്റിസ്. ഇതാണ് ഇതിന്റെ സീക്വൻഷ്യൽ ഓർഡർ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. തന്നിട്ടുള്ള ഗോൾസിന് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ് ഗോളുകൾ, ഫസ്റ്റ് ഗോൾ ഏത്, സെക്കൻഡ് ഗോൾ ഏത്, തേർഡ് ഗോൾ ഏത്, അങ്ങനെ 17th ഗോൾ വരെയുള്ള ഗോൾസിന്റെ ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരാറ് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള SDGകളെ മനസ്സിലാക്കുക, അതിനെ മാച്ച് ദ ഫോളോയിങ് വരിക, അതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളതാണ്, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ആദ്യത്തെ ഒരു ലിസ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള SDG ഗോൾസുകൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോൾ നമ്പർ തന്നിട്ടുണ്ട്. ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. സീറോ ഹങ്കർ, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ, ഇങ്ങനെയുള്ള 4 ഗോളുകളാണ് തന്നിട്ടുള്ളത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോൾ നമ്പർ എത്രയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. SDG 13, SDG 7, SDG 2 ആൻഡ് SDG 11, ഇങ്ങനെയുള്ള 4 ഗോൾസ് ആണ്. സോ ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇത് ഓൾറെഡി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള SDGs? യെസ്, ഫസ്റ്റ് വൺ ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. A എന്നുള്ളതാണ് ആൻസർ. നോക്കാം, സീറോ ഹങ്കർ എന്ന് പറയുന്നത് എത്രാമത്തെ ഗോളായിരുന്നു? സീറോ ഹങ്കർ എന്താണ്? SDG 2 ആണ് സീറോ ഹങ്കർ എന്നുള്ളത്. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എത്രയായിരുന്നു? SDG 11 ആണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു? SDG 7 ആണ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്നുള്ളത്. ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളത് SDG 13, SDG 13 ആണ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളത്. ഓർത്തിരിക്കുക, സീറോ ഹങ്കർ എന്ന് പറയുന്നത് SDG 2, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് SDG 11, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു? SDG 7 എന്നുള്ളത്. ദെൻ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളത് എത്രയായിരുന്നു? SDG 13 ആണ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക ഡിഫറെൻ്റ് ആയിട്ടുള്ള SDG ഗോൾസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. സോ SDG ഗോളുകൾ ഏതൊക്കെയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഡിഫറെൻ്റ് ആയിട്ടുള്ള SDGകളുടെ മാച്ച് ദ ഫോളോയിങ്, SDGകളുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഐഡന്റിഫൈ ചെയ്യാൻ, SDGകളെയും MDGകളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. സോ SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ് എന്നുള്ളതും ഏതൊക്കെയാണ് ആ 17 ഗോൾസുകൾ എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.